ഹായ് ഹലോ അസ്സലാമു അലൈക്കും. കുറേ ആയില്ലേ നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞത് ഹിലുയുടെ മേമി, അതായത് എൻ്റെ അനിയത്തിയുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് കോയമ്പത്തൂർ വെച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുള്ളത് ഹിലുവിൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് ആദ്യം എൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഹിലുവിനെ രാവിലെ തന്നെ നേരത്തെ എണീപ്പിക്കുകയാണ്. അവിടെ നിന്ന് രാവിലെ നേരത്തെ പോകാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ബസ്സിലാണ് പോകുന്നത്. ഞാനും ഹിലു മാത്രമാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ പോകണം. അപ്പോൾ ഹിലുവിൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അവൾ എണീക്കണില്ല. ഞാൻ വിളിച്ച് അവളെ എണീപ്പിക്കുകയാണ്. അവൾക്ക് ഉറക്കം മതിയാവാണ്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പറഞ്ഞ് കിടക്കുക. ഒന്ന് ചിറുക്കി നോക്കട്ടെ. ചിറുക്കി ചിച്ചടി, ഒന്ന് ചിച്ചടി, ഉമ്മാന്റെ ഷർട്ട് ചിച്ചടി. പല്ലിയാട്ട് പല്ല് ഈ ആട്ട് പല്ലിയാട്ട് പല്ല്. ഞാൻ പോട്ടെ, സ്വതത്ത് പോട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പോവാ. ഇല്ല ഇവിടെ ഉറങ്ങിക്കട്ടാ. ഓക്കെടാ, ഉറങ്ങിക്ക. അങ്ങനെ അവളെ എണീപ്പിച്ചു. പിന്നെ അടുത്ത ടാസ്ക്കാണ് അവളെ പല്ലേപ്പിക്കുക എന്നുള്ളത്. അതും കുറച്ചൊന്നിങ്ങനെ ടൈം എടുക്കണം പല്ലേക്കാനൊക്കെ. അപ്പോൾ പല്ലേച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ എണീറ്റപാടെ ഞാൻ കൊടുക്കുന്നത് അവൾക്ക് നമ്മളെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതും ഈത്തപ്പഴവും കൂടിയിട്ട് ഒന്ന് വേവിച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കൊടുക്കണം കേട്ടോ. അതിൽ കുറച്ച് ബദാമോ അങ്ങനെ അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കുലുകുലു പമ്പരം? ഹിലുക്കിൽ ഇനിയും അറിയാനമ്പിളി മയങ്ങു. കുലുകുലു അല്ല, കിലുക്കിൽ. അതാ മഴ പെയ്യുന്നില്ലോ, മഴ ഉണ്ട്. നമ്മളെങ്ങനെ പോവും? എങ്ങനെ പോവും? നാളെ പോവാ. ഇന്ന് പോണ്ട? ഇന്ന് പോണേ. ജലദോഷം വരുമോ? അതോ ഉമ്മാക്ക് ഇന്ന് പോണേ. എന്ത് കാട്ടും നമ്മളെങ്ങനെ പോവുക? നമ്മളെങ്ങനെ പോവുക? എന്തിലാ പോവുക? എന്തിലാ പോവുക നമ്മള്? എന്തിലാ പോവുക നമ്മള്? ജലദോഷം വരുമോ? അച്ചോ, എന്നാ ഹിലൂടെ തിന്നോ കേട്ടോ. ഉമ്മ പോയിട്ട് വരട്ടാ. ഇല്ല, ഉമ്മക്കും ഇല്ല, വർഷാക്കും ഇല്ല. ഇല്ല, ഉമ്മ വേഗം പോയിട്ട് വരാം. ഇലു ഇവിടെ മുത്ത് നിന്നട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ നേരത്തെ ഒരു റീൽസ് എടുക്കുക കേട്ടോ. അതിൻ്റെ അപ്പോൾ ഈ കാണുന്നത്
അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. കാക്കു ഞങ്ങളെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കുകയാണ്. ഇവിടെയൊക്കെ അങ്ങനെ ബസ് വന്നു. ബസ്സിൽ ഞങ്ങൾ കയറി ഞങ്ങൾ പോവുകയാണ്. ഇതിലേക്ക് കാറ്റടിക്കാതിരിക്കാൻ ചെയ്തില്ല. ഉച്ചപ്പം പെട്ടെന്ന് പനിയും ജലദോഷമൊക്കെ ഉണ്ട്. പക്ഷേ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഉറങ്ങി. നമ്മൾ രാവിലെ തന്നെ ഉറക്കം മതിയാവാതെ ഉറങ്ങി. പിന്നെ സ്ഥലം എത്താറാകുമ്പോൾ അപ്പോഴും ഞാൻ വിളിച്ചപ്പോഴാണ് നീക്കുന്നത്. അപ്പോഴും നീക്കാനൊന്നും ഇതില്ല. എന്തായാലും എണീക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്നത്തെ ദിവസമല്ല കേട്ടോ ഞങ്ങൾ പോണത്, പിറ്റേ ദിവസമാണ്. അതുവരെയുള്ളതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ഞങ്ങളിതാ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉമ്മയും ഹിലു അനിയത്തി ഉണ്ട്, പിന്നെ ഒരു കസിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്, കോയമ്പത്തൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അവളെ കോളേജ് ഇതാ PPG ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ ഉള്ളിലേക്ക് കാറ് വിടുന്നില്ല, വേറൊരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കോളേജിലേക്ക് കയറുകയാണ്. എത്തിയാ ആരെങ്കിലും എത്തിയാ? നോക്കട്ടെ. ഇല്ല, 2 മണിക്ക് ശേഷമാണ് പരിപാടി പ്രോഗ്രാം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു ഫുഡുണ്ട്, അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതാണ്. ഫുഡ് കഴിക്കുന്ന അവിടെ നല്ല തിരക്കായിരുന്നു. അവിടെ ഇതുപോലെ എന്തൊരു പാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയായി ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് അമ്മാന്റെ മുഖം കാണില്ല, ഇത് മുന്നിക്കാ വന്നിരിക്കുന്നു. ഞങ്ങൾ പേരൻസിന് മാത്രം വേറൊരു ഹാളാണ് അത് റെഡിയാക്കിയിരിക്കുന്നത്. അതുപോലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കാൻ വേറെ അവിടെ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ ഇരുത്തിയിട്ടില്ല.
നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് പിന്നെ ഹിലുവിനൊരു ക്യൂട്ട് ബേബീനെ കിട്ടി കളിക്കാൻ. കുറച്ച് നേരം പിന്നെ അങ്ങനെ ആ കുട്ടിയുടെ കൂടെ കുറച്ച് നേരമൊക്കെ അവൾ അതിന് കളിപ്പിച്ചിട്ടൊക്കെ ഇരുന്നു. Amjaz Ali MP, Naufia PG, Samuel N. അങ്ങനെ അനിയത്തിയുടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി പിന്നെ വേറെ 100-300 കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കാനുണ്ട്. അപ്പോൾ അനിയത്തിൻ്റെ ആയിരുന്നു ആദ്യത്തെ. അപ്പോൾ അവളുടെ കഴിഞ്ഞപ്പോൾ അവൾക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് നേരം അവരുടെ എല്ലാവരും കഴിയുന്നവർ അവിടെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന അവിടെ നിന്ന് മെല്ലെ ഒന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ്. ഒരു ഫോട്ടോ എടുക്കലാമോ? ഫോട്ടോ എടുക്കാനാ Sneha Mary Santo, Ashwini, Pavitra, Jaypriya J, Jayashree Navita S, Jayapalani G, Jennifer C, Diviprada M, Ilakya M, Franklin Raj, പേര് ചോദിക്കണോ? Gayatri K, Marceline Shiva M, അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നപ്പോൾ ഓൾക്ക് മടുത്തു. അത് പിന്നെ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഫോട്ടോ അപ്പം തന്നെ ഫ്രെയിം ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഒരു പൂവാണ്. അങ്ങനെയൊക്കെ പൂവൊക്കെ നിന്ന് അങ്ങനെ അത് കിട്ടി. ഇതാണ് ഫോട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ കിട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാം ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.